നീച്ചു? ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റൂടാ. നീ എണീക്കുന്നതേ ഉള്ളൂ? ആ ചേച്ചി, ഞാൻ ലേറ്റ് ആയി പോയി. ഞാൻ വരാൻ വിട്ടിരിക്കാൻ. ചേച്ചി ഞാൻ അടിച്ചു വരാം. വേണ്ട, നീ അകത്ത് പോയി ചായ ഉണ്ടാക്കും. അമ്മ എണീച്ചിട്ടുണ്ടാവും. എനിക്ക് ചായയിൽ എങ്ങനെ പോയിട്ടുണ്ടോന്നൊന്നും അറിയില്ല. അമ്മ ഇപ്പൊ എണീക്കും, അതിനു മുന്നേ പോയി ചായ ഇട്. നിന്റെ താലിമാല നീ അഴിച്ചു വെച്ചോ? ആ അത് ചേച്ചി, എനിക്ക് അങ്ങനെ ഒന്നും ഇടുന്നൊന്നും ഇഷ്ടമല്ല. ഇടുന്നു കിടക്കുമ്പോൾ അസ്വസ്ഥതയാവുന്നു. ഭയങ്കര ചൂടല്ലേ, എനിക്ക് അങ്ങനെ മാലയൊന്നും ഇടുന്ന ഇഷ്ടമല്ല. വേഗം താലിമാല എടുത്തിട്ടോ കേട്ടാ, അമ്മ കണ്ട വഴക്ക് പറയും. അത് ചേച്ചി, ഇന്നലെ ഞാൻ വീട്ടിൽ പോയരേ കുളിമുറിയിൽ ഊരി വെച്ച് സത്യം പറഞ്ഞാൽ അത് മാല ഇടാൻ മറന്നുപോയി. മാലയല്ല എന്തിരിക്കുന്നത്, അതൊന്നും കാര്യമില്ലപ്പാ. അതല്ല അമ്മനെ എങ്ങനെയെങ്കിലും സെറ്റാക്കാം. പിള്ളേർ എണീച്ചിട്ട് ചേച്ചി, ഞാൻ അകത്തമ്മയൊക്കെ കൂട്ടിന് ഒരാളായില്ലേ. പിള്ളേരതാ അപ്പുറത്തുനിന്ന് പല്ല് തേക്കുന്നുണ്ടടാ. ആ എത്ര മണിക്കാ സ്കൂളിൽ പോണ്ട്? അതെയാ, ഒന്ന് വേഗം പല്ല് വെച്ചിട്ട് വാ. ആന്റി ഇന്ന് ചായ ഉണ്ടാക്കാട്ടാ. ചേച്ചി, അമ്മയൊക്കെ എന്താ പ്രശ്നം? അമ്മ എന്നോടൊന്നും മിണ്ടുന്നില്ല, ഭയങ്കര ദേഷ്യം കാണിക്കുന്നു. ഓ അതോ, നീ ഇന്ന് രാവിലെ എണീക്കാൻ ലേറ്റായില്ലേ, അതുകൊണ്ടായിരിക്കില്ല. അത് പിന്നെ ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം വിരുന്നും കാര്യമില്ലായിരുന്നു, ക്ഷീണമായിട്ട് ഉറങ്ങിപ്പോയതല്ലേ. അത് അമ്മക്ക് അറിയുന്ന കാര്യമല്ലേ. ചായക്ക് കടുപ്പം കൂടിയെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും എന്നോടല്ല, ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. എടാ അത് പിന്നെ ഒരു വീടായാലും രാവിലെ എണീക്കണ്ടടാ. നമ്മളിവിടെ വന്ന് കയറിയവരാണ്. ഇപ്പോൾ രാവിലെ എണീച്ച് അവർക്ക് വീട്ടിലുള്ളവർക്ക് ചായയൊക്കെ വെച്ച് കൊടുക്കണ്ടേ, അതുകൊണ്ടായിരിക്കും. ചായ വെച്ച് കൊടുക്കണം. നമുക്ക് രണ്ട് കൈയൊന്നുമില്ല ചായ വെക്കാൻ. നമ്മളെന്തെടുത്ത പണിക്കാരിയായിട്ടാണ് ചായ വെക്കാൻ. ചായ വെച്ചതും പോരാ, കടുപ്പം കൂടിയെന്ന് പറഞ്ഞതും പോരാ. ഒരാളെ വെച്ച് തരുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കുമല്ലേ വേണ്ട. ഒറ്റക്ക് വെക്കാൻ പറ്റാത്തവർ അവരെ ശരിക്കും വെച്ച് കൊടുക്കാൻ പറ്റുവാ? ഇതൊന്നും എനക്കടെ ചെയ്യാനൊന്നും പറ്റില്ല. ചേച്ചി ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ടായിരിക്കും അമ്മേനെ ഇങ്ങനെ വഷളാക്കി. ഇപ്പം ദേഷ്യം മൊത്തം എന്നോട്. ഓ എനിക്ക് അതൊക്കെ ശീലമായിടാം, എന്ത് ചെയ്യാം. അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് ഇതെല്ലാം മാറ്റണം. ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്മായിയമ്മേനെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പറയുന്നത് നമ്മളെ വലിയൊരു വന്നതല്ല, കല്യാണം കഴിച്ച് കൊണ്ടുവന്നതല്ലേ. നമുക്ക് കൂടിയ അവകാശങ്ങളും നിയമങ്ങളും എല്ലാം ഉണ്ട്. സ്വതന്ത്രമായിട്ട് ജീവിക്കണം. നമുക്ക് ഒരാൾ അടിമയായിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല. എനിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ലടാ. ഞാൻ ഇതുപോലെ അങ്ങ് ജീവിച്ചങ്ങ് പോയിക്കോളാം. ഓ അപ്പം ചേച്ചിക്ക് ഇവിടെ വേലക്കാരിയായിട്ട് നിൽക്കുന്നതാണല്ലേ ഇഷ്ടം? എനിക്കാവൂല ഇങ്ങനെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാക്കണം, എനിക്ക് എൻ്റെതായ എയിമുണ്ട്. അല്ലാണ്ട് അടുക്കളപ്പണി മാത്രമല്ല ഒരു പെണ്ണിന്റെ ജീവിതം. നിങ്ങൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടാ. നിങ്ങൾ കൂടെ എൻ്റെ കൂടെ വന്നിട്ട് ഈ നിയമങ്ങളെല്ലാം മാറ്റുക വേണ്ടത്. അത്ര വലിയ ധൈര്യമൊന്നുമില്ല, എന്നാലും എൻ്റെ കൂടെ ഞാൻ നിന്നോളാം. എന്നാലും നമുക്കൊരു പിന്നെ അല്ല, അന്ന് ഇന്നോട്ട് നമുക്ക് ഒത്തിരി അമ്മേനെ സൈഡാക്കാൻ നോക്കാം. എന്നാ പിന്നെ പറഞ്ഞോല്ലേ, ഇനി വാക്കുമാറല്ലേ. ഇനി നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ട്, മെസ്സേജ് അയക്കാട്ടാ. ഓക്കെ ശരി. സമയടാ, നമുക്ക് മരുന്നിന്റെ സമയം. ഈ പായുന്നേ ഇതിനല്ലേ നിങ്ങളെ പ്രശ്നം. രണ്ട് കൈ കൊണ്ട് രണ്ട് കാലുണ്ട്. ഇപ്പൊ എണീച്ച് നടക്കാൻ പറ്റും, നല്ല ആരോഗ്യമുണ്ട്. ഒറ്റക്ക് അങ്ങ് എടുത്ത് കഴിച്ചോളൂ. ഇവിടെ ഇരിക്കും നിങ്ങള്.